നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ കൃഷ്ണനുണ്ണി. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. CBSE അനാസ്ഥ, ഉപരിപഠനാവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ വിദ്യാർത്ഥികൾ. പലയിടത്തും UG പ്രവേശന നടപടികൾ അവസാന ഘട്ടത്തിൽ. മദ്യനയ വിവാദം, UDF തീരുമാനമെടുക്കും, നിലപാട് വിശദീകരിച്ച് മുഖ്യമന്ത്രി. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹയെ നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ചെറുവാണ്ടൂർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ 28ാമത് ഗ്രാജുവേഷൻ സെറമണി സംഘടിപ്പിച്ചു. സ്കോട്ട്ലാൻഡിനെ തകർത്ത ബ്രസീൽ നോക്കൌട്ടിൽ. പകരക്കാരനായി കളത്തിലിറങ്ങി നെയ്മർ. 2 ഗോളുമായി വിനീഷ്യസ് ജൂനിയർ നേട്ടം തുടരുന്നു. വാർത്തകൾ വിശദമായി. CBSEയുടെ പുനർമൂല്യനിർണ്ണയ ഫലവും കമ്പാർട്ട്മെന്റ് പരീക്ഷയും വൈകുന്നതോടെ വിദ്യാർത്ഥികൾ ആശങ്കയിൽ. CUT UG ഫലത്തിന് പിന്നാലെ വിവിധ സർവകലാശാലയിലെ പ്രവേശന നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് ഈ അനിശ്ചിതത്വം തുടരുന്നത്. പുനർമൂല്യനിർണ്ണയത്തിന് ലഭിച്ച അപേക്ഷകളിൽ 87% ഫലമാണ് ഇതുവരെ പ്രഖ്യാപിച്ചത്. ശേഷിക്കുന്ന വിദ്യാർത്ഥികളുടെ പുനർമൂല്യനിർണ്ണയ ഫലവും പുതുക്കിയ മാർക്ക് ലിസ്റ്റും വൈകുന്നത് ഉപരിപഠന പ്രവേശനത്തെ ബാധിക്കുമെന്നാണ് വിദ്യാർത്ഥികളുടെ ആശങ്ക. മുഴുവൻ പേരുടെ പുനർമൂല്യനിർണ്ണയം പൂർത്തിയായ ശേഷം മാത്രമേ കമ്പാർട്ട്മെന്റ് പരീക്ഷ നടത്താനാകൂ എന്നതിനാൽ ഒരു അധ്യയന വർഷം പോലും നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്ന മദ്യനയ വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന് പിണറായി സർക്കാരിന്റെ കാലത്താണ് അംഗീകാരം നൽകിയതെന്നും അത് കേരളത്തിൽ തുടരണോ എന്ന് UDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. വിൽക്കാനാണ് തീരുമാനമെങ്കിൽ ബജറ്റിൽ നിർദ്ദേശിച്ച നികുതി ഘടനയാകും നടപ്പിലാക്കുക. വിൽക്കുന്നില്ല എന്ന് UDF തീരുമാനിച്ചാൽ ഈ വിവാദങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹയെ നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നിലവിലെ ചീഫ് സെക്രട്ടറി ജയതിലക് ഈ മാസം 30-ന് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ വിശ്വനാഥ് സിൻഹ നിലവിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ധനകാര്യം, ആഭ്യന്തരം ഉൾപ്പെടെ വിവിധ സുപ്രധാന വകുപ്പുകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ചെറുവാണ്ടൂർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ 28ാമത് ഗ്രാജുവേഷൻ സെറമണി സംഘടിപ്പിച്ചു. സിപാസിന്റെ കോട്ടയം ചെറുവാണ്ടൂർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസിൽ 28ാമത് ഗ്രാജുവേഷൻ സെറമണി MG യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളർ ഡോക്ടർ CM ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. സിപാസ് ഡയറക്ടർ ഹരികൃഷ്ണൻ P.യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജ്യോതി ഹരീന്ദ്രൻ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സിപാസ് എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ ജോജി അലക്സ്, മിസ്റ്റർ മഹേഷ് CD, ഡോക്ടർ അബ്ദുൽ വഹാബ് എന്നിവർ ആശംസകൾ നേർന്നു. പ്രൊഫസർ ഡോക്ടർ ജെസി ജേക്കബ് സ്വാഗതവും മിസ് ഗ്രീഷ്മ സന്തോഷ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് ബിരുദധാരികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ICJ ന്യൂസ്, കോട്ടയം. ഇനി കായിക വാർത്തകൾ. ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ബ്രസീലിന് തകർപ്പൻ ജയം. സ്കോട്ട്ലാൻഡിന് എതിരില്ലാത്ത 3 ഗോളിനാണ് ബ്രസീൽ കീഴടക്കിയത്. ഇരട്ട ഗോളുമായി വിനീഷ്യസ് ജൂനിയർ വിജയശില്പിയായപ്പോൾ മത്തിയോസ് 1 ഗോൾ കൂടി നേടി വിജയം ഉറപ്പിച്ചു. മത്സരത്തിന്റെ തുടക്കത്തിൽ സ്കോട്ട്ലാൻഡ് മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും പ്രതിരോധത്തിലെ പിഴവുകൾ തിരിച്ചടിയായി. അതേസമയം പരിക്കിനെ തുടർന്ന് 981 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നെയ്മർ ജൂനിയർ ലോകകപ്പ് വേദിയിലേക്ക് തിരിച്ചെത്തിയത് ബ്രസീൽ ആരാധകർക്ക് ഇരട്ടി മധുരമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CBSE അനാസ്ഥ, ഉപരിപഠന അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ വിദ്യാർത്ഥികൾ. പലയിടത്തും UG പ്രവേശന നടപടികൾ അവസാന ഘട്ടത്തിൽ. മദ്യനയ വിവാദം, UDF തീരുമാനമെടുക്കും, നിലപാട് വിശദീകരിച്ച് മുഖ്യമന്ത്രി. കേരളത്തിൽ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹയെ നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ചെറുവാണ്ടൂർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ 28ാമത് ഗ്രാജുവേഷൻ സെറമണി സംഘടിപ്പിച്ചു. സ്കോട്ട്ലാൻഡിനെ തകർത്ത ബ്രസീൽ നോക്കൌട്ടിൽ. പകരക്കാരനായി കളത്തിലിറങ്ങി നെയ്മർ. 2 ഗോളുമായി വിനീഷ്യസ് ജൂനിയർ നേട്ടം തുടരുന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.